കാശ്മീർ, ആ കാശ്മീരിനെ ഇന്നത്തെ കാശ്മീരാക്കി മാറ്റിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ്. ആ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് 370 റദ്ദാക്കിയ ആ കാശ്മീരിലൂടെ കഴിഞ്ഞ ഒരു 7-8 മാസം മുമ്പ് ജോഡോ യാത്ര എന്ന യാത്ര പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഈ കാശ്മീരിലൂടെ നടന്ന് നമ്മൾ കണ്ടു. ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മളതിന്റെ വാർത്തകളും അതിന്റെ വിഷ്വൽസും അതിന്റെ വീഡിയോയും അതിന്റെ ഫോട്ടോസും നമ്മൾ കണ്ടു. ആ ഫോട്ടോയിൽ കോൺഗ്രസുകാരൊക്കെ രാഹുൽ ഗാന്ധിയും വി.ഡി. സതീശനും സദ്വാകരനും ഒക്കെ എത്ര സന്തോഷകരമായിട്ടാണ് നമുക്ക് കാണുന്നത്. അവരവിടെ പോകുന്നു, മഞ്ഞുവാരി കളിക്കുന്നു, കാശ്മീർ താഴ്വരകളിലൂടെ ഉല്ലസിക്കുന്നു. അതിനുശേഷം അവർ വന്ന് പറയുക, ഈ ആർട്ടിക്കിൾ 370 ഞങ്ങൾ റദ്ദാക്കി തരാം, കാശ്മീരിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും പോകാം, കാശ്മീരിൽ നിന്ന് നമുക്ക് പോയാൽ നമുക്ക് അവിടുന്ന് ആരോടും വിവാഹം കഴിക്കാൻ സാധിക്കും, കാശ്മീരിൽ മുന്നേ സാധ്യമായിരുന്നില്ല, കാശ്മീരിൽ നിന്ന് പോയാൽ നമുക്ക് അവിടെ വ്യവസായം തുടങ്ങാൻ സാധിക്കും, നമുക്കവിടെ സ്ഥലമെടുക്കാൻ സാധിക്കും, സ്വന്തം പേരിൽ ഭൂമി വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഇന്ന് കാശ്മീരിനെ മാറ്റി ഇന്ന് സ്വർഗതുല്യമായി ഭൂമിയിലെ പരദീസയായി, ഇന്ത്യയിലെ പരദീസയായി മാറിയിരിക്കുകയാണ് കാശ്മീർ. ആ കാശ്മീരിനെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വീണ്ടും നരകതുല്യമാക്കി കാണിച്ചു തരാം, നരകതുല്യമാക്കി തരാം എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി നമ്മൾ കണ്ടു. ഈ പ്രാവശ്യം ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെയും അതുപോലെ തന്നെ SDPIയുടെയും പ്രവർത്തകർ ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോകുന്നത് കൈപ്പൊത്തി ചിഹ്നത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, ഒരു 7 മാസം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് 7-8 മാസം മുമ്പ് നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് കേരളത്തിന്റെ തെരുവോരങ്ങളെ മുഴുവൻ വർഗീയ വിഷം തുപ്പുകയും വർഗീയവൽക്കരിക്കുകയും വിഷം കുത്തിവെക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ മുദ്രാവാക്യങ്ങൾ, കേരളത്തിൽ അത്ര പരിചയമില്ലാത്ത മുദ്രാവാക്യങ്ങൾ വിളികൾ നമ്മൾ കേട്ടു. അരിയും മലരും കുന്തിരിക്കവും ഒക്കെ കാത്തുവെച്ചോ, ഞങ്ങൾ ഇതാ വരുന്നുവെന്ന അതിലൊരു മുദ്രാവാക്യം. തൊട്ടപ്പുറത്ത് കാസർഗോഡേക്ക് പോയാൽ അവിടെയും നമ്മൾ കേട്ടു മുദ്രാവാക്യം. എന്താ? അമ്പലനടയിൽ പച്ചക്കിട്ട് കത്തിക്കുമെന്നാ പറഞ്ഞത്. ആരെയാ കത്തിക്കാൻ പോകുന്നത്? അമ്പലനടയിൽ കത്തിക്കാൻ പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള അമ്പലത്തിൽ തൊഴാൻ പോകുന്ന വിശ്വാസികളെ ആയിരിക്കും. കുന്തിരിക്കന്മാർക്ക് വേണ്ടിയിട്ട് കുന്തിരിക്കാൻ കാത്തുവെച്ചിട്ടുള്ളത് ഇവിടെയുള്ള ഒരുപക്ഷെ ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ തന്നെ അവിലും മലരും ഒക്കെ ആർക്ക് വേണ്ടിയിട്ട്? അവിലും വിദ്വേഷത്തിന്റെയും വിട്ടുപതച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ കേന്ദ്രം നിരോധിച്ചു. കേന്ദ്രം നിരോധിച്ചതിനു ശേഷമാണ് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് വി.ഡി. സതീശനും അതുപോലെ തന്നെ കെ. സുധാകരനുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ SDPIയുടെ നേതാവ് എന്ന് പറയുക, ഈ പ്രാവശ്യം ഞങ്ങളുടെ വോട്ട് കൈപ്പത്തിക്കാണെന്ന്. ഏത് കൈപ്പത്തിക്ക? തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ജോസഫ് മാഷിന്റെ വെട്ടിയെടുത്ത കൈപ്പത്തിക്ക ഇപ്രാവശ്യം SDPI വോട്ട് ചെയ്യാൻ പോകുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ ഓരോരുത്തരും വോട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്രാവശ്യം കൈപ്പത്തിക്ക. ഓർത്തു നോക്കണം. കമ്മ്യൂണിസ്റ്റിനും CPM-നും ചെയ്തു പോകുന്ന ഓരോ വോട്ടും അറിയാതെ പോലും ചെയ്തു പോകുന്ന ഓരോ വോട്ടും നമ്മുടെയൊക്കെ ശവപ്പെട്ടിയിലടിക്കുന്ന ആണിയായിരിക്കുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. പ്രിയമുള്ളവരെ, ഇപ്രാവശ്യത്തെ നമ്മുടെ വോട്ട് ഓരോ വോട്ടും ഇത്തരത്തിൽ ഈ നാടിനെ പിന്നോട്ട് വലിച്ച ഇവിടുത്തെ വികസന വിരോധികളായിട്ടുള്ള ഇവിടെ വർഗീയവൽക്കരിക്കുന്ന ഇവിടെ വിദ്വേഷം വിതയ്ക്കുന്ന ഓരോരുത്തർക്കും എതിരാവണം. നമ്മളെ സംബന്ധിച്ച് നമുക്കിടയിൽ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിം സഹോദരങ്ങൾ നമുക്കിടയിൽ. BJPയിലുണ്ട് ഒരു വലിയ വിഭാഗം മുസ്ലിം നേതാക്കൾ നമുക്കുണ്ട്. വളരെ ആർജവത്തോടെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന മുസ്ലിം നേതാക്കന്മാർ ഞങ്ങൾക്കുണ്ട്. അവരെയെല്ലാം ആശങ്കയിൽ അഴ്ത്തിക്കൊണ്ട് അവരെയെല്ലാം ഇത്തരത്തിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കുന്ന രീതിയിൽ ഇവിടെയുള്ള വർഗീയ സംഘടനകളെ മുഴുവൻ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുന്നത് കോൺഗ്രസും CPM-ഉമാണ്. ഈ കോൺഗ്രസും CPM-ഉം ഇത്തരത്തിൽ ഈ നാടിനോട് ചെയ്തതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് നമ്മുടെ കേരളത്തെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ മാറ്റം കേരളത്തിൽ തന്നെ വരണം. കേരളത്തിൽ ഇപ്രാവശ്യം പാർട്ടി തയ്യാറെടുക്കുന്നത് നമ്മൾ വെറുതെ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയല്ല, മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിലെ ഇത്തരത്തിലും പ്രതിപക്ഷ മുന്നണികളെ പ്രതിപക്ഷത്ത് പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ഇവരെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട്. ജനുവരി ഈ മാസം 26-ാം തീയതി വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വോട്ടിംഗ് കേന്ദ്രത്തിലെത്തുമ്പോ ഈ കാര്യങ്ങൾ ഈ കേരളത്തിലോട് ചെയ്ത മുഴുവൻ ദ്രോഹങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവണം.
ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ശ്രീ രഘുനാഥ് അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹവും വന്നിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട് താമര ചിഹ്നത്തിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മുടെ ബിസിനസ് കേന്ദ്രത്തിലെ, നമ്മുടെ ബന്ധുക്കളുടെ എല്ലാവരുടെയും വോട്ട് ഉറപ്പാക്കിക്കൊണ്ട് ഈ തവണ വികസനത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് സുശക്തമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി 400-ലധികം സീറ്റുകൾ വാങ്ങി നരേന്ദ്രമോദിയുടെ കരുത്ത് പകർന്ന് കേരളത്തിലും മുഖ്യധാരയിലേക്ക്, വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് കേരളത്തിലും കടന്നു വരുന്നതിന് വേണ്ടി ശ്രീ രഘുനാഥനെ വിജയിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹവും അദ്ദേഹത്തൊപ്പം ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തതായി സ്ഥാനാർത്ഥിയെ ഹാരാർപ്പണം ചെയ്യുന്നതിനായി ദേവദാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി മണ്ഡലം വൈസ് പ്രസിഡന്റ് കൃഷ്ണപ്രഭയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ഏരിയ പ്രസിഡന്റ് ശോഭിതയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി സൗമിനേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ രഘുനാഥിന്റെ കണ്ണൂർ നിയോജക മണ്ഡലം പരിപാടിയുടെ സമാപന സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ സമാപന സമ്മേളനം ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ദേശീയ കൌൺസിൽ അംഗം ടി കെ വേലായുധൻ അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ രഘുനാഥ്ജി, പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ രാജൻ പുതുക്കുടി, മറ്റു നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, നാട്ടുകാരെ, പ്രബുദ്ധരായ വോട്ടർമാർ, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻഡിഎയും ആരാണ് നേതാവെന്നറിയാത്ത അലവലാതി മുന്നണിയും ഏച്ചുകെട്ടിയ മുന്നണിയുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ